താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെൻ്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെൻ്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കുന്നൻ മനം സ്വർഗ സന്തോഷത്താൽ. ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാലവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, താൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, താൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം മുഴുവനും സൂക്ഷിച്ചല്ല, പരിപാലിച്ചല്ല, നന്നായി ഉറങ്ങിയിടുവാനിടയാക്കിയല്ലോ. ഈ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം അത്ഭുതവും അതിശയകരമായി ഞങ്ങളെ സൂക്ഷിച്ചു. ഒരു നല്ല പ്രഭാതം കൂടി തന്നു. ഈ നല്ല പ്രഭാതത്തിൽ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഭാഗ്യം തന്നതോർത്ത് സ്തോത്രം. സുബോധത്തോടെ ആരോഗ്യത്തോടെ ദൈവകൃപയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലിരുത്തിയല്ലോ. കർത്താവെ, എൻ്റെ പ്രാർത്ഥന ചോദിച്ച പ്രിയമക്കളുമായി കടന്നു വരട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിൽ നിന്ന് തരട്ട് കർത്താവേ. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് നൽകി തരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ സകല ആവശ്യഭാരങ്ങളും അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് ഞങ്ങളൊന്ന് യാചിക്കുകയാപ്പാ. ഞങ്ങളുടെ യാചനയ്ക്ക് മറഞ്ഞിരിക്കാത്തൊരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകലാദാനമായി തന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്ത് അപകടങ്ങളിൽ നിന്ന് രോഗദുഃഖാതി വിമർശയാതി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ, ഞങ്ങളുടെ ദേശത്തെ ഏൽപ്പിക്കട്ടെ, ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ സമർപ്പിക്കട്ടെ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ മക്കളെയും കൺമണി പോലെ സൂക്ഷിക്കുമാറാകണം. ഓരോ മക്കളുടെയും ആവശ്യം ആഗ്രഹം പറഞ്ഞ് കർത്താവിനെ സഹായിക്കുമാറാകണം. കർത്താവ്, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകളെ എല്ലാം സ്തോത്രത്തോടെ നന്ദിയോടെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. സ്വർഗമേ, അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ, സൗഖ്യത്തോടും സമാധാനത്തോടും സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നവരുടെ പഠനം അനുഗ്രഹിക്കപ്പെടട്ടപ്പാ. പരീക്ഷാ കാലഘട്ടമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ബുദ്ധി ജ്ഞാനം അവിടുന്ന് നൽകണമേ. നന്നായി പഠിക്കുവാൻ, പരീക്ഷ എഴുതുവാൻ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും അവിടുന്ന് കൊടുക്കണം കർത്താവേ. അവർ പഠിക്കുന്നതൊക്കെ അവരുടെ ഹൃദയത്തിൽ പതിയണം. തക്ക സമയത്ത് അവരുടെ പരീക്ഷാ പേപ്പറൊക്കെയും ഹാലലിയ കർത്താവെ അത് ഭംഗിയായി എഴുതുവാൻ തക്കണം. സ്വർഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ട് നല്ല മാർക്കോടെ പാസ്സാകുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളുണ്ട്. 10ാം ക്ലാസ്സിലും 11ലും 12ലും പഠിക്കുന്ന മക്കളുണ്ടപ്പാ. BSc നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, OETയും IELTSഉം ജർമ്മനും പഠിക്കുന്ന മക്കൾ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ഹാലലുയ. എൻ്റെ കർത്താവെ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെല്ലാം കർത്താപ്പച്ചൻ്റെ പൊന്നുകാരെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗം അനുഗ്രഹിക്കണം, കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണം, ബുദ്ധിജ്ഞാനവും നൽകണം. അവർ ലക്ഷ്യം വെച്ച സ്ഥാനത്ത് അവർ എത്തിച്ചേരണം. അനുഗ്രഹിക്കപ്പെട്ട വിശാല വഴികൾ അവർക്ക് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. വലയുവാൻ സമ്മതിക്കല്ലേ അപ്പാ. നിൻ്റെ പൊന്നുകരമൊന്ന് നീട്ടണമേ അപ്പാ. നിൻ്റെ അദൃശ്യമാർന്ന കരമൊന്ന് നീട്ടണമേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണ് നിറയുവാൻ അനുവദിക്കല്ല, അവരുടെ മനസ്സ് കലങ്ങുവാൻ അനുവദിക്കരുത്. നീ വഴിവാതിൽ തുറക്കുന്ന ദൈവമാണല്ലോ. തടസ്സങ്ങളും മുടക്കങ്ങളും മാറ്റിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വിശാല വഴികളിൽ കൂടി നടത്തുന്ന ദൈവമാകിയാൽ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ശത്രു അടച്ച എല്ലാ അനുഗ്രഹിക്കപ്പെട്ട വഴികളും സ്വർഗം തുറന്നു കൊടുക്കാൻ പോകുന്നതോർത്ത് നന്ദി പറയുക കർത്താവെ, സ്തോത്രം ചെയ്യുക കർത്താവെ. ഞങ്ങൾ നന്മ പ്രാപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, മഹത്വമേറിയ സാക്ഷ്യം കരയറ്റുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ ജോലി ചെയ്യുന്ന മക്കളെയൊക്കെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ, ആരോഗ്യത്തിനും കൃപയിലും ജോലി ചെയ്യാൻ ഇടയാക്കണമേ, നന്മകളെ പ്രാപിപ്പാൻ സഹായിക്കണമേ. പ്രയാസ പ്രതികൂലത്തിന് നടുവിലെ ജോലി ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി സ്വർഗ്ഗം ആശ്വാസപ്രദനായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ പകരണമേ കർത്താവ്. അപ്പോൾ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കൾക്ക് സന്തോഷത്തോടെ ജീവിപ്പാനുള്ള എല്ലാ അനുഗ്രഹത്തിൻ്റെ ഉറവയും തുറന്നു കൊടുക്കണമേ. ശത്രു ആരെയും ഛിന്നഭിന്നമാക്കാൻ അനുവദിക്കലെന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണേപ്പാ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത പൈതങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണമേ കർത്താവ്. എല്ലാം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവ്. ഈ സമയം ഹല്ലേലൂയ കർത്താവ്. അപ്പാ, പുതുവയസ്സിൽ പ്രവേശിച്ച ഞങ്ങളുടെ മക്കളുണ്ട്, പുതുവർഷത്തിൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നൽകിയവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ കർത്താവെ, ഈ സമയത്ത് ഹല്ലേലൂയ ഞങ്ങളുടെ എല്ലാ ഭാരവിഷയങ്ങളും അങ്ങയുടെ പാദപീഠത്തിലോട്ടൊന്ന് തരിക. പ്രത്യേകിച്ച് കർത്താവെ, യാത്ര പോകുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ യാത്രകളിലും കൂടെ ഇരുന്ന കർത്താവ് വീണ്ടും തൻ്റെ കുഞ്ഞുങ്ങളുടെ യാത്രകളിൽ കൂടെയിരിക്കണം. സമാധാനത്തോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം. കണ്ണ് നനയാൻ സമ്മതിക്കല്ലേ, കാലിടറുവാൻ അനുവദിക്കല്ലേ, ദുഷ്ടപിശാച് കാണരുതേ, രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ചുകൊള്ളണമേ. ആകാശം കീറി യാത്ര ചെയ്യുമ്പോൾ, കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പൊന്നപ്പച്ചൻ്റെ പൊന്നുകരം ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആലോചനക്കാരനായ നല്ല സഖിയായി കൂടെ ഇരുന്ന് മാനിക്കാൻ. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം കർത്താവ്. അപ്പോൾ ഈ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ സമർപ്പിച്ചല്ലോ. വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിച്ചാൽ എൻ്റെ സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ അവർക്ക് കൊടുക്കുന്ന ഭവനങ്ങൾക്കായി നന്ദി പറയുക. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കുന്നവർക്ക് നന്ദി പറയുന്നു കർത്താവ്. ദൈവമേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. മ്ലേച്ഛമായ ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. കൂട്ടുകാർക്ക് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ, ഫോണിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾ, അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങൾ, ഇവരെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, സഹോദരിമാരൊക്കെ ഉണ്ട് കർത്താവേ. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ, മാനസാന്തരം നൽകണമേ, ദൈവകൃപയിൽ ആശ്രയിപ്പാൻ തക്കണമേ, ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാപ്പ. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവെ, ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവരുണ്ടപ്പ. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ടപ്പ. വീൽ ചെയറിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. സൗഖ്യം കാത്ത് കിടക്കുകയാണ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഞങ്ങളങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സ്വർഗ്ഗത്തിലെ അപ്പന് കഴിയാത്ത ഒരു കാര്യമില്ലല്ലോ. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാകിയാൽ തമ്പുരാനെ, അങ്ങയുടെ പാദപീഠത്തിൽ കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിനെ തുടച്ചാട്ടപ്പ. അത്ഭുത വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ, ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, എൻ്റെ കർത്താവെ, തലയ്ക്കകത്ത് വേദനയാലെ മൊഴിയാലെ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവർ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തികളിൽ കൂടി കടന്നു പോകുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, അവിടുന്ന് സഹായിച്ച് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പാ, നീ മരുന്നും വൈദ്യനുമായിരിക്കണമേ. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ കർത്താവെ. അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഓപ്പറേഷന് വിധേയപ്പെട്ടവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മക്കളെയൊക്കെ സമർപ്പിക്കുന്നു. സ്വർഗ്ഗത്തിലെ അപ്പൻ്റെ ആശ്വാസത്തിൻ്റെ കരം, വിടുതലിൻ്റെ കരം, പരിപൂർണ്ണ സൗഖ്യം എല്ലാറ്റിൻ്റെ മേലും നൽകി ഓരോ മക്കളെയും വിട്ടുവയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്നേഹം തിരിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും സംരക്ഷണവും രുചിച്ചറിയുവാൻ പിന്നെയും സഹായിച്ചാട്ടപ്പ. നന്ദിയുള്ള ഹൃദയം കൊടുത്താട്ട് കർത്താവ്. സ്തോത്രയാഗർപ്പിപ്പാൻ ഇടയാക്കണമേ കർത്താവ്. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഒരുക്കണമേ. കഷ്ടമനുഭവിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, കേൾവിയില്ലാത്തവർ കർത്താവെ, പ്രത്യേകിച്ച് ചെവിക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, തലകറക്കത്തിൻ്റെ ഭാരമുള്ളവർ, ആസ്മ രോഗികൾ, തൈറോയിഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, ദുഃഖ സംബന്ധമായ രോഗമുള്ളവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ സൗഖ്യം അയച്ചിരിക്കാൻ നന്ദി പറയുന്നു കർത്താവ്. പല നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട വിഷയമുണ്ട് കർത്താവെ. സ്തോത്രം ചെയ്യേണ്ട വിഷയമുണ്ട് കർത്താവെ. എല്ലാം സ്വർഗം അറിയുന്നില്ല, എല്ലാറ്റിനും നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, മനസ്സലിയും കരുണയുമുള്ള ദൈവം, മഹാദയാലുവാ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മറുപടി തന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ ഉള്ളം നിറഞ്ഞ് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. സകല വേദനാ വിഷയത്തെയും സ്വർഗമേറ്റെടുത്തിരിക്കാൻ നന്ദി പറയുന്നു കർത്താവ്. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലപ്പാ. എൻ്റെ സ്വർഗത്തിലെ അപ്പാ, ഹൃദയത്തിലെ വേദന എടുത്തു മാറ്റുന്നവർക്ക് ആശ്വാസം കൊടുക്കണം.
സമാധാനത്തിൻ്റെ ദൈവം കൂടെ ഇരിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക, പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുകയാണ് കർത്താവ്. അവിടുന്ന് സഹായിക്കണമേ, വിടുവിക്കണമേ, കൃപയിൽ പൊതിനമേ, കൂടെ ഇരിക്കണമേ, അത്ഭുതങ്ങളെ ചെയ്യണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നടത്തണമപ്പാ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു, ഞങ്ങളുടെ ഭരണകൂടങ്ങളെ ഓർക്കുന്നു. എല്ലാവരുടെയും മേലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ പകർന്നാട്ടെ, സമാധാനത്തിൽ ഞങ്ങളെ സൂക്ഷിച്ചാട്ടെ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുക, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.